UPSC പ്രിലിംസിലെ സയൻസ് ആൻഡ് ടെക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് PFIS പറ്റിയിട്ടാണ്. അതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മെനി കൺസ്യൂമറബിൾ ഗുഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയണമെന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, മിനിമം ഇവിടെ എന്തായിരിക്കണം, 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കാൻ പോകുന്നതിൽ 3-ൽ 2 സ്റ്റേറ്റ്മെന്റ് മിനിമം എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുക. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, അതായത് PFIS ഫൗണ്ട് ഇൻ മെനി ഡിഫറെന്റ് ഐറ്റംസിൽ ഫൗണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഒരു കൺസ്യൂമറബിൾ ഗുഡ്സ് ആയിട്ട് പല സ്ഥലത്തിലും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നില്ലേ, അപ്പൊ അത് ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട്, അവിടെ വെക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ, ഈ PFIS ആർ നോട്ട് ഈസിലി ഡിഗ്രേഡബിൾ എന്നുള്ളതാണ് പറയുന്നത്. കുറച്ച് കാലം പ്രസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്രസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബയോ അക്യുമുലേഷനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 2ഉം 3ഉം എന്താണ്, കൺസിസ്റ്റന്റ് ആണ്. കാരണം എന്തായാലും 2 തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ഉം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, 3 തെറ്റിക്കഴിഞ്ഞാൽ 2ഉം തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഒരു പ്രസിസ്റ്റന്റ് ആയി നിൽക്കുന്ന സാധനം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബയോ അക്യുമുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 2ഉം 3ഉം എന്തായാലും ശരിയായിരിക്കും. കാരണം ഒന്നായിട്ട് ഇവിടെ തെറ്റാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി, ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ പ്രസിസ്റ്റന്റ് ആയിട്ട് വൈഡ്ലി അവൈലബിൾ ആവേണ്ട, അത് ക്വസ്റ്റ്യനിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ടും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആണ്. അപ്പം 1ഉം 2ഉം 3ഉം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആണെന്ന് മനസ്സിലാവും. ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ഒരുപാട് എൻവയോൺമെന്റിലുണ്ട്, അത് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അക്യുമുലേറ്റഡ് ആവുന്നു. ആൻസർ എന്തായിരിക്കും, 1, 2, 3 എന്നായിരിക്കും. ഓക്കെ, സോ ഇതുപോലെയുള്ള എലിമിനേഷൻ ടെക്നിക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ഹാപ്പി ലേണിംഗ്.